കേരളത്തിലെ റോഡുകളിൽ നിരുത്തരവാദപരമായ ഡ്രൈവിംഗ് എത്രത്തോളം ഭീകരമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു അങ്കമാലി നടന്ന അപകടം. അമിത വേഗതയിൽ വന്ന ലക്ഷറി കാർ ഒരു യുവതിയുടെ ജീവൻ കവർന്നതും തുടർന്ന് പ്രതിയായ ഡോക്ടർ ഒളിവിൽ പോയതും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി. ഇപ്പോൾ പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ച പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെ കേസ് നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ 2ാം വർഷ ബികോം വിദ്യാർത്ഥിനിയായ ജാസ്ലിയ ജോൺസൺ അപകടത്തിൽപ്പെടുന്നത്. പഠനത്തോടൊപ്പം കുടുംബത്തെ സഹായിക്കാൻ ചെറിയ ജോലി കൂടി ചെയ്തിരുന്ന ജാസ്ലിയ ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലാണ് മരണത്തെ മുഖാമുഖം കണ്ടത്. എടവനങ്ങാട് സ്വദേശിനിയായി ഇടുക്കിക്ക് മേൽ അമിത വേഗതയിൽ പാഞ്ഞെത്തിയ മഹീന്ദ്ര എക്സ് UV 700 ഇടിച്ചു കയറുകയായിരുന്നു. അപകടം നടന്നയുടൻ വാഹനം നിർത്താതെ പോയത് പ്രതിയുടെ ക്രൂരതയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. ഗുരുതരമായി പരിക്കേറ്റ ജാസ്ലിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്ന ആ പെൺകുട്ടിയുടെ വിയോഗം നാടിനെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തി. അപകടമുണ്ടാക്കിയ വാഹനം ഓടിച്ചിരുന്നത് ചാലക്കൽ മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജൻസി വിദ്യാർത്ഥിയായ ഡോക്ടർ സിറിയക് പി ജോർജ് ആണെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി.